സംസ്ഥാനത്തെ PSC ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ സമാപനം ഇന്ന്. PSC ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്ന പരിപാടി BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി സൈമ ചേരുന്നു. സൈമ, ഈ രാപ്പകൽ സമരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടരുകയുണ്ടായിരുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനന്തു, കഴിഞ്ഞ 2 ദിവസമായി ഇന്നും ഇന്നലെയുമായാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ PSC ആസ്ഥാനത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത്. PSC ഭരണസമിതി ഉൾപ്പെടെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ച ഇടതു വലത് സർക്കാരുകൾ മാപ്പ് പറയണമെന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വളരെ ശക്തമായ രാപ്പകൽ സമരമാണ് ഇന്നും ഇന്നലെയുമായി ഇവിടെ യുവമോർച്ച നടത്തുന്നത്. അവരുടെ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായി തന്നെ അവർ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും PSCയുടെ അതുപോലെ തന്നെ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാർച്ചും പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നുമായി തുടർന്ന രാപ്പകൽ സമരം ഇന്നിപ്പോൾ അല്പസമയത്തിനകം സമാപനം കുറിക്കും. നിയമസഭാ കക്ഷി നേതാവ് BJPയുടെ BB ഗോപകുമാറാണ് ഇത് സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച നേതാക്കൾ പറയുന്നത്. ഞങ്ങൾ ഇവിടെ കണ്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങി എല്ലാ പ്രതിഷേധം മാസങ്ങളായി ഈ തെരുവിലുണ്ട്. ഒരാളെ പോലും PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ തെരുവിൽ കണ്ടിട്ടില്ല. അതുപോലെ ഒന്ന് PSCയെ പൂർണ്ണമായി ശുദ്ധീകരിക്കുക എന്നുള്ളൊരു സമീപന യുവമോർച്ച തുടക്കം മുതലേ എടുത്തിരുന്നു. അതിനെ തുടർന്ന് യുവമോർച്ച PSCയിലെ ഒരു റൂൾസ് ചട്ടം കൊണ്ടുവരണം. അതായത് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിന് PSCക്ക് ഒരു ചട്ടമുണ്ടാകണം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ 10 വർഷക്കാലം ഈ PSCയുമായി ബന്ധപ്പെട്ട് നടന്ന നിയമനങ്ങളിൽ ആസൂത്രിതമായ കൊള്ളയും അതോടൊപ്പം തന്നെ ക്രമക്കേടും നടന്നു എന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ 10 വർഷത്തെ PSC നിയമനങ്ങളും CBI കൊണ്ട് അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം. മറ്റൊരു കാര്യം ഞങ്ങൾ പറയുന്നത്, ഗവർണറുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഗവർണർ രാഷ്ട്രപതിക്ക് ഇപ്പോൾ തന്നെ ആ പരാതി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രപതിക്ക് കൈമാറിയ പരാതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ പുറത്താക്കാൻ വേണ്ടി CBIക്ക് ശുപാർശ ചെയ്യേണ്ട ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നിയമനം നൽകി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് റാങ്ക് ലിസ്റ്റുണ്ട്. റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് നിയമനം കിട്ടുന്നില്ല. അതിന് പറയുന്നത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത മുഴുവൻ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്ത് 6 വേക്കൻസികളെക്കുറിച്ചൊരു ധവളപത്രം പുറപ്പെടുവിക്കണം എന്നാണ് യുവമോർച്ചയ്ക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ തുടർന്നാണ് യുവമോർച്ച ഈ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഓണത്തിൻ്റെ എല്ലാവരും ആ അന്തരീക്ഷത്തിലേക്ക് പോയി. പക്ഷേ യുവമോർച്ച ഈ സമരവുമായിട്ടുണ്ടാവും. ഈ സമരം അവസാനിപ്പിക്കുന്നത് വരെ, ഈ വിഷയങ്ങൾ ന്യായമായി പരിഹരിക്കുന്നതുവരെ യുവമോർച്ച ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ പല വിഷയങ്ങളുമായി, ഇപ്പോൾ തന്നെ PSCയുടെ പല വിഷയങ്ങളുമായി ഞങ്ങൾ സമരരംഗത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്രോഡീകരണം എന്ന നിലയിൽ യുവമോർച്ചയുടെ വലിയ നിരാഹാര സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ഏതായാലും ഇന്നത്തോടു കൂടിയല്ല, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഇവരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഹരിക്കാത്തിടത്തോളം കാലം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അനന്തോ, ശരി. സംസ്ഥാനത്തെ PSC ക്രമക്കേടുകളിലടക്കം പ്രതിഷേധിച്ചാണ് യുവമോർച്ച കഴിഞ്ഞ 2 ദിവസമായി PSC ആസ്ഥാനത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത്. ഇനിയും കടുത്ത സമര നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ വനുപ്രസാദ് വ്യക്തമാക്കുന്നു. സംസ്ഥാന നേതാക്കളടക്കം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന സമാപന പരിപാടി BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ പങ്കെടുക്കുന്നുണ്ട്. സൈമയാണ് വിശദാംശങ്ങൾ നൽകിയത്.